വെള്ളയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലേക്കായി ആവശ്യമായ സാധനങ്ങൾ: 2 കപ്പ് പച്ചരി 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തത്, 3 സ്പൂൺ ചവ്വരി വെള്ളത്തിൽ കുതിർത്ത് തിളപ്പിച്ചെടുത്തത്, 1 മുറി തേങ്ങയുടെ പാൽ 1/2 കപ്പ് വെള്ളത്തിൽ എടുത്തത്, 2 സ്പൂൺ തേങ്ങ വെള്ളത്തിൽ 2 സ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഈസ്റ്റും ചേർത്ത് എടുത്തത്. ഇനി ഇതിനെ ഗ്രൈൻഡറിൽ അരച്ചെടുക്കാം. മാവ് ഇതുപോലെ നന്നായിട്ട് അരച്ച് പൊങ്ങി വരാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പത്തിനുള്ള മാവ് നന്നായിട്ട് പൊളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഈസ്റ്റ് മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് മാവ് പൊളിച്ച് പൊങ്ങി വരാൻ 13 മണിക്കൂർ വേണ്ടിവരും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. വളരെ കുറച്ച് ഉപ്പ് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അതിനുശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്പം ചുടാം. ഇരുമ്പ് ചട്ടി അടുപ്പത്ത് വെച്ച് ഇതുപോലെ എണ്ണ തേച്ച് കൊടുക്കാം. നോൺ സ്റ്റിക്ക് പാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എണ്ണ തേക്കേണ്ട ആവശ്യമില്ല. പാത്രം നന്നായി ചൂടായതിനു ശേഷം ഒരു തവി മാവ് അതിലേക്ക് ഒഴിക്കാം. ഇനി ഇത് പാത്രത്തോടെ എടുത്ത് ചുറ്റിച്ച് പരത്തി എടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് 2 മിനിറ്റ് വേവിക്കാം. അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ചട്ടുകം ഉപയോഗിച്ച് ഇത് ഇളക്കിയെടുക്കാം. ദോശയോ അപ്പമോ ഇരുമ്പ് പാത്രത്തിൽ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അത് ഇളകി വരാൻ പ്രയാസം കാണും. അങ്ങനെയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ അതിലൊരു ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് ഇളകി വരും.